വെൽക്കം ടു ഷൈമാസ് ലിറ്റിൽ വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ റേഷനരി കൊണ്ട് എങ്ങനെ എളുപ്പത്തിലൊരു കപ്സ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇത് ഉണ്ടാക്കുന്നതിനൊന്ന് നോക്കാം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി അളന്നിട്ട് എടുത്തിട്ടുള്ളത്. ഞാനൊരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 കിലോയോളം അരിയുണ്ട്. അപ്പോൾ 3/4 കിലോ അരി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഏകദേശം അത്ര തന്നെ ഇറച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിനി മെയിനായിട്ട് കപ്സയ്ക്ക് ഒരു മസാല, അത് കപ്സ മസാല നിങ്ങളുടെ കയ്യിൽ വാങ്ങാനുള്ളതുണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് നല്ല ജീരകം ഒന്ന് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ കപ്സയുടെ അതേ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതാ നല്ല ജീരകം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. പിന്നെ അധികം മൂത്ത് നമ്മൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് നമുക്കത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയൊരു തക്കാളി കഷ്ണം മുറിച്ചിട്ടുണ്ട്, സവാള, പിന്നെ ഞാൻ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. മല്ലിച്ചപ്പും പുതിനയും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു 4 ചെറിയ കഷ്ണം പട്ട, പിന്നെ നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചത് 1.5 ടീസ്പൂണില്ലേ അത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ ഇടാം. പിന്നെ അതാ മാഗി ക്യൂബ്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ, ഉണങ്ങിയ ചെറുനാരങ്ങ, അത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഉണങ്ങിപ്പോയതാണ് കേട്ടോ, അങ്ങനത്തെ എടുത്തതാണ്. പിന്നെ ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇത്രയും മതി നമുക്ക് കപ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മുടെ ചിക്കൻ ഏകദേശം 3/4 കിലോ ഉണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. 3/4 കിലോ തന്നെ അരിയുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഗ്യാസിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബിരിയാണി പോട്ടോ എന്താണെന്ന് വെച്ചാൽ ആ പാത്രം വെക്കുക. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൽ നമ്മൾ സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവാള ഇതാ മുറിച്ചത് നമ്മൾ അതിലേക്ക് ഇടുക. ഇനി സവാള പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനുള്ള ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. സവാളയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കും കുറച്ച് കല്ലുപ്പ് ഇട്ടാലോ. ഇതാ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കനിൽ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ടിട്ടുണ്ട്. നമ്മുടെ സവാളയിൽ കറന്ന കറിവേപ്പിലയും കൂടെ വഴന്ന് വരുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നതായി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. 2 പച്ചമുളക് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്, പിന്നെ നമ്മുടെ തക്കാളി, ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നന്നായി വഴറ്റിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വെന്ത് കിട്ടും. പിന്നെ അത് നമ്മുടെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് അതുപോലെ പൊടിക്കാത്തത്, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ നമ്മൾ 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജീരകം പൊടിച്ചത്, അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചിക്കനൊക്കെ ഇനി ചിക്കനിൽ തന്നെ ഒരു ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കനും ചോറിനൊക്കെ ഒരു ചെറിയ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചിക്കൻ കുഴച്ച് വെച്ചപ്പോൾ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നിട്ട് ചിക്കൻ കുറച്ചൊന്ന് വെന്ത് കിട്ടും. പിന്നെ ബാക്കി നമുക്ക് ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവുമല്ലോ. അപ്പോൾ അതാ കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, കുറച്ച് വെന്ത് തുടങ്ങുന്നുണ്ട് ചിക്കന്. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില
നിങ്ങളുടെ അടുത്ത് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. മല്ലിച്ചപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഒന്ന് കഷ്ണം മുറിച്ചെടുത്തേ ഉള്ളൂ. അപ്പോൾ അതാ അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയും എല്ലാം വാടി ചിക്കനിലൊക്കെ നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അരി എടുത്ത് വെച്ചില്ല, ആ പാത്രത്തിന് ഒരു പാത്രത്തിന് നമ്മൾ രണ്ട് പാത്രം പിന്നെ ഒരു അരപ്പാത്രം എക്സ്ട്രാ. എന്താ വെച്ചാൽ റേഷൻ അരിയല്ലേ, ബസ്മതി റൈസിനും ഒക്കെ നമ്മൾ എടുക്കുന്നത് ഒരു പാത്രത്തിൻ്റെ ഇരട്ടിയല്ലേ. ഇവിടെ ഇരട്ടീനെക്കാട്ടും കുറച്ചുകൂടെ ഒരു അരപ്പാത്രം കൂടെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മറ്റേ ബസ്മതി റൈസിനേക്കാളും കുറച്ചുകൂടെ വേവ് ഉണ്ടായിരിക്കും നമ്മുടെ ഈ റേഷൻ അരിക്ക്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഒരു പാത്രം അരിക്ക് 2.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ആ ഉപ്പായിരിക്കും നമ്മുടെ ചോറിനുണ്ടാവുക. അത് ആ നാരങ്ങ, ഇത് ഉണക്കനാരങ്ങ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ കടയിൽ. അത് അങ്ങനെ വാങ്ങിയത് ഇട്ട് കൊടുത്താലും മതി. ഇതാ മാഗി ക്യൂബ് ഇടണം എന്നില്ല കേട്ടോ. നമ്മുടെ ഒരു എന്താ പറയുക, ഫ്ലേവർ എൻഹാൻസിങ് ആണ്. അത് ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. അതില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതാ നന്നായിട്ട് അരി ഇടാനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ റേഷൻ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി അരിയൊക്കെ വെന്ത് പാകമാകുമ്പോൾ നമുക്ക് അടിപൊളി കപ്സയായിരിക്കും കിട്ടുക. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ മാഗി ക്യൂബ് ഇടുന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു ചെറുതായിട്ടൊരു ഉപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇടാൻ. ഇല്ലെങ്കിൽ ഉപ്പ് അധികമായി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറിൽ വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് നോക്കാം. ഇതാ വെള്ളപ്പം ഏകദേശം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്, വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് ഒന്ന് ചെറിയ വെള്ളമല്ലേ ആയില്ലേ, ഇനി ഇത് നമുക്കൊരു ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പാത്രം ഉണ്ടല്ലോ, നമ്മുടെ പാത്രം മാറ്റിയിട്ട് അടിയിൽ നമ്മളൊരു ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പാത്രമോ ഒരു ഫ്രൈങ് പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ചെമ്പ് കയറ്റി വയ്ക്കുക. എന്നാൽ ഒരു ചൂട് ചെറിയ തോതിൽ കിട്ടിയിട്ട് അങ്ങനെ ചെറിയ സിമ്മിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വെന്ത് റെഡിയായി കിട്ടും. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വരുന്നിട്ടേ ഉള്ളൂ, ഫുള്ള് വറ്റിയിട്ടില്ല. അപ്പോൾ അതാ ചോറ് നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതാ ഒരു ഞാൻ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമ്മുടെ സിമ്മിലിട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. തമ്മിൽ തൊടാതെ നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ചെറുനാരങ്ങയുടെ ഒരു നീര് ചേർത്ത് കൊടുത്താലും ചോറ് തമ്മിലൊട്ടില്ല കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ ചോറ് ഒട്ടാതെ തന്നെ കിട്ടും. ഇവിടെ നമ്മളത് ഒഴിച്ചിട്ടില്ല എങ്കിലും നല്ല അടിപൊളി കബ്സ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളിയുടെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പമാണ്. നമ്മളൊരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, അത്ര തന്നെയുള്ളൂ. നമ്മുടെ കബ്സ സാലഡും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചോറൊക്കെ കണ്ടോ നല്ല വിട്ടിരിക്കണേ. ശരിക്കും നമ്മുടെ ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കിയ അതുപോലെ തന്നെയുള്ള കബ്സയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. അരിക്ക് നമ്മളെ എല്ലാവരും വീട്ടിലും ഇപ്പോൾ റേഷനരി കിട്ടണമല്ലേ. അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ല നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.